ദിലീപിന് വേണ്ടി വലിയ ആൺകൂട്ടം ഇറങ്ങി വന്നിട്ട് ഈ സ്ത്രീകളെ മുഴുവൻ അധിക്ഷേപിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും റിമാക്ക് അല്ലെങ്കിലോ പാർവതിയോ ഒക്കെ എന്തെങ്കിലും ഒരു സാധനം പോസ്റ്റ് ചെയ്താൽ അതിന് താഴെ വന്ന് ചീത്ത വിളിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും ദിലീപിന് വേണ്ടി ചീത്ത വിളിക്കുന്ന ആൾക്കാരാണ്. സിനിമ രണ്ട് തട്ടിൽ നേരത്തെ സുകേഷ് പറഞ്ഞു, രണ്ട് തട്ടിൽ എന്ന് പറഞ്ഞാൽ രണ്ടും തുല്യാതുല്യമല്ല. ഇപ്പുറത്ത് വളരെ ചുരുക്കം 3-4 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് എൻറ്റയർ സിനിമ ഇൻഡസ്ട്രി ദിലീപിൻ്റെ കൂടെ നിൽക്കുകയും ഈ ഇരയെ തള്ളി പറയുന്ന സ്വഭാവത്തിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്ത കേസാണിത്. ഏറ്റവും അവസാനം വനിതകളുടെ ശാക്തീകരണത്തിന് എന്ന പേരിൽ വന്നിട്ടുള്ള ശ്വേത പോലും അവരെ പിണങ്ങിപ്പോയ ആൾക്കാരെ തിരികെ അമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എക്സ്ട്രാ എഫേർട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വേണമെങ്കിൽ വരട്ടെ എന്ന മട്ട് സ്വീകരിക്കുകയാണ്. അപ്പം അന്നു മുതൽ ഇന്ന് വരെ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട സംഘടനകളും അസോസിയേഷൻസ് എല്ലാം അവരെ ഒഴിവാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിനിടയ്ക്ക് നടന്നിട്ടുള്ള നിയമ പോരാട്ടമാണ്. ആ പോരാട്ടത്തിനകത്ത് ദിലീപിൻ്റെ വലിയ PR അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. ദിലീപിന് വേണ്ടി വലിയ ആൺകൂട്ടം ഇറങ്ങി വന്നിട്ട് ഈ സ്ത്രീകളെ മുഴുവൻ അധിക്ഷേപിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും റിമാക്ക് അല്ലെങ്കിലോ പാർവതിയോ ഒക്കെ എന്തെങ്കിലും ഒരു സാധനം പോസ്റ്റ് ചെയ്താൽ അതിന് താഴെ വന്ന് ചീത്ത വിളിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും ദിലീപിന് വേണ്ടി ചീത്ത വിളിക്കുന്ന ആൾക്കാരാണ്. ആ ദിലീപ് എപ്പിസോഡിൽ ഉണ്ടായിട്ടുള്ള വൈരാഗ്യമാണ് ഇവരോട്. അപ്പോൾ അവരിൽ ചുരുക്കം ചില ആളുകൾ, കേരളത്തിലെ മാധ്യമങ്ങളുടെ നിതാന്തമായ ജാഗ്രത, അങ്ങനെയാണ് ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അട്ടിമറിക്കാനുള്ള ഏതെല്ലാമോ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കേസ് എത്തിയിട്ടുള്ളത്. അത് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ, അതിലെ പ്രധാനപ്പെട്ട കണ്ണികൾ മുറിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് വിധി വരുമ്പോൾ അറിയാം. ദിലീപിൻ്റെ കരിയറിനെ സംബന്ധിച്ചും പ്രധാനമായിരിക്കും വിധി എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്ന് വെച്ചാൽ ഈ വിധി അനുകൂലമായാൽ ദിലീപിന് നാളെ മുതൽ സിനിമകൾ കൂടുതൽ കിട്ടും, ദിലീപിൻ്റെ പടമെല്ലാം വിജയിക്കും എന്നും പറയാൻ പറ്റില്ല. ദിലീപിൻ്റെ പടങ്ങൾ ഇപ്പോൾ നിരന്തരമായി പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം അദ്ദേഹം ഈ കേസിൽ പെട്ടിരിക്കുന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല. മാറുന്ന കാലത്തിനൊപ്പിച്ച് അദ്ദേഹത്തിന് പുതിയ സിനിമ തിരഞ്ഞെടുക്കാനോ ആ സിനിമയുടെ പുതിയ മാറുന്ന ഭാവനയ്ക്കനുസരിച്ച് അദ്ദേഹത്തിന് സ്വയം പരിവർത്തിപ്പിക്കപ്പെടാനോ കഴിയാത്തതിൻ്റെ പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് ഈ കേസ് അനുകൂലമായി കഴിഞ്ഞാൽ ദിലീപിനെ കേരളമാകെ എടുത്തുകൊണ്ട് നടക്കുന്നു, ദിലീപിൻ്റെ പടമാകെ പിന്നീട് ഭയങ്കര ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. പക്ഷേ ദിലീപിന് അകത്തു പോകാതിരിക്കാം അദ്ദേഹത്തിന് അനുകൂലമായ വിധി വന്നാൽ. ഏതായാലും ഈ കേസിൻ്റെ വിധി അന്തിമമായിരിക്കില്ല, മേലെ അപ്പലേറ്റ് കോർട്ട്സ് ഉണ്ടല്ലോ. പക്ഷേ ഇതിനകത്തൊരു എന്താണ് എൻറ്റയർ എപ്പിസോഡിൽ നടന്നത് എന്ന കാര്യം മലയാളി തത്സമയം കണ്ടുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിധി എന്ന് പറയുന്നത് ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സന്ദർഭമായിരിക്കും എന്നാണ് ഞാൻ കാണുന്നത്.